കമ്പനികളെല്ലാം കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. CPM-നെ തകർത്ത് തരിപ്പണമാക്കണം എന്നാണ് ഇപ്പോൾ കമ്പനികളുടെ കൂട്ടത്തോടെയുള്ള സഹകരണ സംഘം ചിന്തിക്കുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ വർഷങ്ങളായി CPM-ന്റെ കയ്യിലായിരുന്നു. അതിനെ എങ്ങനെ CPM-ൽ നിന്ന് ഇല്ലാതാക്കാം എന്നായിരുന്നു മേയർ ഊട്ടി 5 വർഷം റിസർച്ച് നടത്തിയത്. ആ റിസർച്ചിൽ മേയർ ഊട്ടി വിജയിച്ചു. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കേടുപാടുകളും ഇല്ലാതെ, അതായത് അഴിമതിയുടെ വലിയ കേടുപാടുകളുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ BJP അങ്ങ് ഈസിയായി BJPക്ക് കൊടുത്തു. എന്നിട്ട് മേയർ ഊട്ടി കോഴിക്കോട്ടേക്ക് വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ വളഞ്ഞിട്ടടിക്കുമോ എന്നുള്ള ഭയത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി നേരെ കോഴിക്കോട് പോയി. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നേമത്ത് നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. കാരണം ആരെ നിർത്തിയാലും ഈ ആര്യയെ ജയിപ്പിക്കാതിരിക്കാൻ ആളുകൾ BJPക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആര്യയെ കൊണ്ടുവന്ന് നേമത്ത് നിർത്തണം, നിങ്ങളുടെ ആ ഒരു സീറ്റ് കൂടി അങ്ങ് പോയി കിട്ടുമല്ലോ. ഇപ്പോ പട്ടി ഷോ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് PP ദിവ്യയാണ്. നേരത്തെ ഒരു തിളപ്പ് കഴിഞ്ഞ് നവീൻ ബാബു എന്ന് പറയുന്ന പാവം ഒരാളെ, ഒരു RDOയെ കൊന്ന ഒരു തഹസിൽദാരെ കൊന്ന ഒരാളാണ്, നാക്കുകൊണ്ട് കൊന്ന ഒരാളാണ് PP ദിവ്യ. എന്നിട്ടും പട്ടി ഷോ തീർന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM പൊട്ടി പാളിസായി നിന്നപ്പോഴും പറയുകയാണ്, ഞാൻ ജയിച്ചു, എൻ്റെ വാർഡ്, എൻ്റെ പിള്ളേര്, എൻ്റെ ആളുകള് മൊത്തം ജയിച്ച്, അതുകൊണ്ട് ഞാൻ കാരണം കണ്ണൂരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പട്ടി ഷോയാണ്. ഇപ്പൊ ദാ ശ്രീലേഖയുടെ നെഞ്ചത്ത് കയറാനാണ് വന്നിരിക്കുന്നത്. ശ്രീലേഖ ഈ പിന്നെ ബ്രോയെ, MLA ബ്രോയെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ സമയം കഴിയുമ്പോൾ മറ്റേ കെട്ടിടം ഒന്ന് ഒഴിഞ്ഞു തരണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോ ശ്രീലേഖ കയറി അങ്ങ് മാന്തി. ആര്? പ്രശാന്ത് ബ്രോ, MLA പ്രശാന്ത്. ഞാൻ MLA ആണ്, നിങ്ങൾ കൗൺസിലറാണ്, നിങ്ങൾ എപ്പോഴും എൻ്റെ താഴെയാണ്, എൻ്റെ മുകളിലല്ല. കൂടുതൽ എന്നെ ചൊടിപ്പിച്ചാൽ ഞാൻ മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങളുടെ അഹങ്കാര ധാർഷ്ട്യമൊക്കെ അങ്ങ് പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോൾ ദേ ബോംബ് പൊട്ടിയതുപോലെ 300 സ്ക്വയർ ഫീറ്റിന് തലസ്ഥാനത്തിൻ്റെ ഒത്ത നടുക്ക് 872 രൂപ വാടകയ്ക്കാണ് ഒരു മാസം പ്രശാന്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രശാന്തിൻ്റെ ഓഫീസ്. ഒരു മാസം 24,168 രൂപയാണ് ഈ വകയിൽ കോർപ്പറേഷന് നഷ്ടമെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 14 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രശാന്ത് വരുത്തിയതെന്നാണ് പുതിയ കണക്കുകൾ പ്രകാരം. ഒന്ന് ചൊറിയാൻ പോയതാ BJPക്കാരെല്ലാം കൂടെ പ്രശാന്തിനെ ഒന്ന് മാന്തി വിട്ടു. ഇപ്പോ സഹാക്കന്മാരുടെ കൊടും അഴിമതിയുടെ കാര്യങ്ങളാണ്, കോർപ്പറേഷനിൽ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന അഴിമതിയുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ജസ്റ്റ് ശ്രീലേഖ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അവിടെ നിന്ന് ഒഴിയുമെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഇതൊരവസരമാക്കിയെടുത്ത് BJPയെ തുടക്കത്തിൽ തന്നെ അങ്ങ് മാന്തി വിട്ട് അങ്ങ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു എന്താ പറയുക, ഒരു അപഹാസ്യരാക്കി, ഇവർ അഹങ്കാരവും ധാർഷ്ട്യമുള്ളവരൊക്കെ ആക്കി മാറ്റാമെന്ന് വിചാരിച്ച് ചെന്ന് കയറി കൊടുത്തതാ. പക്ഷേ സിംഹത്തിന്റെ മടയിലാണ് ചെന്ന് കയറുന്നതെന്ന് പാവം പ്രശാന്ത് മേയറല്ലല്ലോ, ഇപ്പൊ MLA ആണല്ലോ, പ്രശാന്ത് MLA അറിഞ്ഞില്ല. എന്തായാലും നല്ല കണക്കിന് കിട്ടി. മൂട്ടി തീ പിടിച്ചതുപോലെ ഇപ്പൊ കടകടാ ഓടി തള്ളുകയെന്നാണ് കേൾക്കുന്നത്. ഇതിനിടയ്ക്കാണ് പട്ടി ഷോയും ഇറക്കിക്കൊണ്ട് PP ദിവ്യയുടെ വരവ്. കമ്മികൾ ചോദിക്കുന്നത്, നിനക്ക് ഇനിയും മതിയായില്ലേ? പാർട്ടിയെ നശിപ്പിച്ച് തൂത്തുവാരിയിട്ടും നീ അടങ്ങിയില്ലേ എന്നാണ് കമ്മികൾ തന്നെ, അന്തം കമ്മികളായിട്ടുള്ള സഹാക്കൾ തന്നെ ചോദിക്കുന്നത്. നീ ഒന്ന് പാർട്ടി വിട്ട് പോയി തരുവോ? നിന്നെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഗതികേട്, ഞങ്ങളുടെ പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്ന് പോലും ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങോട്ട് മാറിയിരുന്ന കര എന്നാണ് സഹാക്കൾ തന്നെ PP ദിവ്യയോടും മറ്റ് കമ്പനികളോടും ഒക്കെ പറയുന്നത്. ശ്രീലേഖ തമ്പുരാട്ടി പൊടിക്കടങ്ങുന്നതാണ് നല്ലത്. ചട്ടം പഠിപ്പിക്കാൻ കണ്ണൂരിൽ നിന്ന് പെട്രോൾ പമ്പ് ദിവ്യ ഇറങ്ങിയിട്ടുണ്ട്. പ്രശാന്തിനെ കുടിയൊഴിപ്പിക്കാൻ ഒരു പീറ കൗൺസിലർക്ക് എന്ത് അധികാരം എന്ന് മുഷ്ടി ചുരുട്ടി തലസ്ഥാനത്തെ CPM-മാർ ഒരു പടി കൂടി കടന്ന് വിരട്ട് ഭീഷണിയുമായി കണ്ണൂരിലെ സഹാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ശ്രീലേഖയ്ക്ക് നേരെ പെട്രോൾ പമ്പ് ദിവ്യ ഉറഞ്ഞു തുള്ളുകയാണ്. ഒരു പോസ്റ്റുമായിട്ടൊക്കെയാണ് പെട്രോൾ പമ്പ് ദിവ്യ രംഗത്തെത്തിയിരിക്കുന്നത്. ദിവ്യ സഹാത്തിക്ക് ആ പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. ആട്ടപ്പടലം എയറിലാണ്. ശ്രീലേഖ ആരാണ്, എന്താണ്, എന്ത് ധാർഷ്ട്യം, ജന്മിത്തമ്പുരാട്ടിക്ക് നേരം വെളുക്കാത്ത പ്രശ്നമാണെന്നൊക്കെ ദിവ്യ ഡയലോഗ് അടിച്ചതും നേരം വെളുക്കാത്ത കൂട്ടർ കമ്മിണിയും കൂട്ടരുമാണെന്ന് പിരിവെട്ടിച്ച് മലയാളികൾ മറുപടി കൊടുത്തു ഹീറോയിസം കാണിക്കാൻ പോസ്റ്റ് ഇട്ടതാണ്. പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഗുണ്ടായിസവും എണ്ണി എണ്ണി പറഞ്ഞ് തിരിച്ച് നല്ല ഒന്നാന്തര മറുപടികളാണ് ഈ പോസ്റ്റിന് താഴെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും കയറി ചെന്ന് ചീത്തവിളി മേടിച്ചു കൂട്ടുക എന്നുള്ളത് PP ദിവ്യയുടെ സ്ഥിരം ഒരു പരിപാടിയാണ്. ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വന്നു കയറി നല്ല ഭേഷായി മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ദിവ്യ സഹാത്തിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: അങ്ങാടിയിൽ തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത്. കോർപ്പറേഷൻ മേയർ സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലേഖയുടെ പരാക്രമം വട്ടിയൂർക്കാവ് MLA കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങിയ ജന്മി തമ്പുരാട്ടിക്ക് നേരം വെളുക്കാത്ത പ്രശ്നമാണ്. ഇതായിരുന്നു PP ദിവ്യ പങ്കുവച്ച കുറിപ്പ്. അല്ല, ഇതാരാണ് ഈ പറയുന്നത് എന്ന് കൂടി ഒന്ന് നോക്കണം. കണ്ണൂരിലെ ജന്മി തമ്പുരാട്ടി മറ്റുള്ളവരെ ചട്ടം പഠിപ്പിക്കാൻ ചെല്ലുന്നു എന്നാണ് ദിവ്യയുടെ വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടി. വിളിക്കാതെ ഏതു കോലൊത്തും കയറി ചെന്ന് നാവിന്റെ മൂർച്ച കാണിക്കുന്ന സഹാത്തിയെ കേരളം അങ്ങനെ മറക്കുമോ? ശ്രീരേഖയൊക്കെ എന്ത് അഹങ്കാരം, ഒരിച്ചിരി അഹങ്കാരം എവിടെയെങ്കിലും വേണ്ടേ? പക്ഷേ നിങ്ങളുടെയൊന്നും അഹങ്കാരം ആരും കാണിക്കില്ല. ദിവ്യ മേഡം എന്നുള്ള മറുപടിയുമുണ്ട്. ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയാൻ CPM-ലെ സഹാത്തികൾക്ക് എന്ത് യോഗ്യതയെന്ന് മലയാളികൾ ചോദിക്കുകയാണ്. കാരണം അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമാണല്ലോ നിങ്ങളിൽ ചിലർ. ആ അഹങ്കാരത്തിന്റെ ഫലമാണ് കയ്യിലിരുന്ന കോർപ്പറേഷൻ വല്ലവനും കൊണ്ടുപോയത്. എന്നിട്ടും അഹങ്കാരത്തിന് ലെവലേശം കുറവില്ല. പക്ഷെ പറയുന്നത് മറ്റുള്ളവർക്കാണ് അഹങ്കാരമെന്ന്. കണ്ടിടത്തെല്ലാം വായിട്ടലക്കാൻ ചെന്ന് മേടിച്ചു കൂട്ടലാണ് PP ദിവ്യയുടെ ഇപ്പോഴത്തെ ഏർപ്പാട്. CPM-കാരിയാണെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ച കുറെ എണ്ണം ആ പാർട്ടിയിലുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പാർട്ടിയുടെ കഴുക്കോലൂരിയത്. അതിലൊരു സംശയവും വേണ്ട. CPM-കാർ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊന്നും ഈ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ആരും പഠിപ്പിക്കാൻ വരരുത്. കാരണം ഈ നാടിന് വേണ്ടി പൊരുതിയ കുറെ അധികം നല്ല സഹാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കൂടി പറയിപ്പിക്കാനായിട്ടാണ് ഇതുപോലെ കുറെ എണ്ണത്തെ ഈ പാർട്ടി ഇങ്ങനെ പടച്ചു വിട്ടിരിക്കുന്നത്. എല്ലാത്തിനെയും കയറൂരി വിട്ടിരിക്കുകയാണ്. ആരുടെ നെഞ്ചത്തേക്കും ചെന്നങ്ങ് കയറിക്കൊള്ളാൻ അഹങ്കാരം കൊണ്ട് തിളച്ചു മറിഞ്ഞൊരു പാവപ്പെട്ടവനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ലെവലേശം മനസ്സലിവില്ലാതെ അർമാദിച്ച് നടക്കുന്ന PP ദിവ്യയ്ക്ക് മറ്റു സ്ത്രീകളെ വിമർശിക്കാൻ എന്താണ് യോഗ്യത? 3 സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിന്ന് വാചകം അടിക്കാൻ വന്നാൽ ജനം വെറുതെ വിടുമോ? അവരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് PP ദിവ്യ. അതായത് PP ദിവ്യ ഒന്ന് ആളാവാൻ നോക്കി. ശ്രീലേഖയെ ജന്മി എന്നും തമ്പുരാട്ടി എന്നും ഒക്കെ വിളിച്ച്. കാരണം വട്ടിയൂർക്കാവ് അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് സഹാക്കന്മാർ. അപ്പോ മൊത്തത്തിൽ പണി കിട്ടിയതുപോലെയായി. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് പോസ്റ്റ് എഴുതി ഒന്ന് ആളാവാം എന്ന് വിചാരിച്ചു. പക്ഷെ ആളാവാൻ ചെന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ സഹാക്കന്മാരടക്കം വലിച്ചു കീറിവിട്ട് നീയൊക്കെ ഇനി വാ തുറന്ന് ഞങ്ങളുടെ പാർട്ടി ഇത്രയും കുഴിയിലാക്കിയതും പോരാഞ്ഞിട്ട് കോർപ്പറേഷൻ കൊണ്ടുവന്ന് ഒരുത്തിയെ 5 വർഷം അതിൻ്റെ അകത്ത് കൊണ്ടിരുത്തി കോർപ്പറേഷൻ കൊണ്ടുവന്ന് BJPക്ക് ഈസിയായിട്ട് BJPയുടെ കയ്യിൽ കൊടുത്ത് അവിടെ താമര വിരിയിപ്പിച്ചിട്ട് ഇനിയും മതിയാവാതെ നീയൊക്കെ കിടന്ന് ചിലയ്ക്കുന്നോ എന്നാണ് സഹാക്കൾ ചോദിക്കുന്നത്. പൂരത്തെറിയാണ് വിളിക്കുന്നത്. പല ഭാഷയും നമുക്കിവിടെ പറയാൻ കഴിയില്ല, അത്ര മാത്രമാണ് വിളിച്ചു പോകുന്നത്. ഇനിയും മതിയായില്ല. പിണറായി വിജയൻ തലയിൽ കൈവയ്ക്കുകയാണ്. നിന്നെയൊക്കെ എടുത്ത് ഈ പാർട്ടിയിൽ വച്ചല്ലോ എന്നും പറഞ്ഞിട്ട്. എന്തായാലും ശ്രീലേഖ നാവ് കൊണ്ട് ആരെയും കൊന്നിട്ടില്ല, ആരുടെയും ഭർത്താവിനെയോ അച്ഛനെയോ ഇല്ലാതാക്കിയിട്ടില്ല. അവർ മാന്യമായി ചെന്ന് പറഞ്ഞ് അവർ ധൈര്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ആ കോൾ റെക്കോർഡ് പുറത്ത് വിടുമെന്നുള്ളത്. അപ്പോൾ പ്രശാന്ത് പോയിപ്പോ വട്ടത്തിൽ 3G അടിച്ചിരിക്കുകയാണ്. കൂടുതൽ കളിച്ചാൽ BJP ആ കോർപ്പറേഷനിൽ ഇതുവരെ നടന്ന മൊത്തവും മാന്തി എടുത്തങ്ങ് വെളിയിലിടും. പിന്നെ സഹാക്കൾ ഓടിയാ മുഴുക്കില്ല. ഇപ്പൊ തന്നെ 14 ലക്ഷം ഒരു ചെറിയ സംഖ്യ പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇനി കോടികളുടെയൊക്കെ തട്ടിപ്പിന്റെ കണക്ക് വരാനുണ്ട്. ഒന്ന് അടങ്ങ് ദിവ്യേച്ചി, സമയമുണ്ടെന്ന് ഒന്ന് അടങ്ങിയിരിക്കി. വരുന്നുണ്ട് പുറകെ. വടി വെട്ടിയിട്ടല്ലേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ലല്ലോ. അതിനു മുമ്പ് കിടന്ന് ഇങ്ങനെ മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അവര് അടി തുടങ്ങട്ടെ, അപ്പൊ ബാക്കി പൂരം നമുക്ക് അപ്പ കാണാം. അപ്പൊ പോസ്റ്റുമായിട്ട് അപ്പ വരണേ. അപ്പൊ ജനങ്ങൾ അടുത്ത തെറി വിളിക്കും. വീണ്ടും ചേച്ചി പോസ്റ്റ് ഇടണം. ചേച്ചിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, നടക്കട്ടെ.